And the fourth module is bonding in polyatomic molecules. For diatomic molecules, we explained the bonding on the basis of LCAO MO approach. So for discussing the bonding in polyatomic molecules, we have to consider a new theory, valence shell electron pair repulsion theory, put forward by Sidgwick and Powell. വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറി. ഇലക്ട്രോൺ പെയറുകളുടെ റിപ്പൽഷനാണ് ഇവിടെ മെയിനായിട്ട് ഈ ജോമെട്രി ഡിസൈഡ് ചെയ്യുന്ന കാര്യം എന്നാണ് ഈ തിയറിയിൽ പറയുന്നത്. ഫസ്റ്റ് പോയിന്റ്, ജോമെട്രി ഓഫ് എ മോളിക്യൂൾ ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ നമ്പർ ഓഫ് വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയേഴ്സ് ബോണ്ടഡ് ആൻഡ് നോൺ ബോണ്ടഡ് അറൗണ്ട് ഇറ്റ്സ് സെൻട്രൽ ആറ്റം. ഇപ്പോൾ ജോമെട്രി ഡിസൈഡ് ചെയ്യുന്നത് ബോണ്ടഡ് ഇലക്ട്രോൺസും, അതായത് ഒരു സിഗ്മ ബോണ്ടുകളും അതുപോലെ നോൺ ബോണ്ടഡ് ആയിട്ടുള്ള ലോൺ പെയർ ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അത് രണ്ടുമാണ് ജോമെട്രി ഓഫ് ദ മോളിക്യൂള് ഡിസൈഡ് ചെയ്യുന്നത്. വാലൻസ് ഷെല്ലിലുള്ള ബോണ്ട് പെയറും നോൺ ബോണ്ടഡ് ആയിട്ടുള്ള മീൻസ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസും, ഇത് രണ്ടുമാണ് ജോമെട്രി ഡിസൈഡ് ചെയ്യുന്നത്. അതിൽ അവർ ഒരു 8 പോയിൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഓരോ പോയിൻറ്റ്സും നമുക്ക് കോമ്പൗണ്ടിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കുറച്ചും കൂടെ ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ ഇതിൽ ലോൺ പെയർ റിപ്പൽഷനാണ് ഏറ്റവും കൂടുതൽ. അപ്പം അവർ നല്ല ലോൺ പെയർ ഉണ്ടെങ്കിൽ കോമ്പൗണ്ട് നല്ല ഗ്യാപ്പ് ഇട്ട് നിൽക്കും. മീൻസ് ലോൺ പെയർ റിപ്പൽഷൻ കാരണം നല്ല ഫാർ അപ്പാർട്ടായിട്ട് ലോൺ പെയേഴ്സ് നിൽക്കാനായിട്ട് ട്രൈ ചെയ്യും. അതിനേക്കാളും കുറവാണ് ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷൻ, പിന്നെ കുറവാണ് ബോണ്ട് പെയർ റിപ്പൽഷൻ. ഇതിങ്ങനെ മൾട്ടിപ്പിൾ ബോണ്ട് ഈസ് ട്രീറ്റഡ് ആസ് എ സിംഗിൾ ബോണ്ട്. ഇത് നമുക്കൊന്ന് ശ്രദ്ധിക്കണം. 6th പോയിന്റ്, മൾട്ടിപ്പിൾ ബോണ്ട് ഈസ് ട്രീറ്റഡ് ആസ് എ സിംഗിൾ ബോണ്ട്. ഓക്കെ, ഇനി ഇതൊക്കെ ഇവിടെ നിന്നിട്ട് നമുക്ക് മോളിക്യൂൾസ് കണ്ടെയ്നിങ് ബോണ്ട് പെയേഴ്സ് ഓൺലി. ഇപ്പോൾ നേരത്തെ പറഞ്ഞു ബോണ്ട് പെയറും ലോൺ പെയറുമാണ് മോളിക്യൂളിലെ സ്ട്രക്ചർ ഡിസൈഡ് ചെയ്യുന്നതെന്ന്. ഇതിൽ ബോണ്ട് പെയർ മാത്രമുള്ള കുറച്ച് മോളിക്യൂൾസിൻ്റെ കാര്യമാണ് ആദ്യം നമ്മൾ പഠിക്കുന്നത്. AB2, AB3, AB4, AB5, AB6 ടൈപ്പ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് ഓൾറെഡി കോമ്പൗണ്ടൊന്നും പറയുന്നതിന് മുൻപ് തന്നെ ഇവർ പറയുന്നുണ്ട്. ലോൺ പെയറുകളൊന്നും ഇല്ലെങ്കിൽ ഫസ്റ്റ് AB2 ആണെങ്കിൽ ലീനിയർ ആയിരിക്കും, AB3 ആണെങ്കിൽ ട്രൈഗണൽ ആൻഡ് പ്ലാനാർ ആയിരിക്കും, AB4 ആണെങ്കിൽ ടെട്രാഹിഡ്രൽ, ട്രൈഗണൽ ബൈപിരമിഡൽ, ഒക്ടാഹിഡ്രൽ, പെൻറ്റഗണൽ ബൈപിരമിഡൽ. അപ്പോൾ നമുക്ക് ഒന്നും അറിയാതെ തന്നെ ലോൺ പെയർ ഇല്ല, നമുക്ക് ജസ്റ്റ് ആ കോമ്പൗണ്ടിൻ്റെ ഇലക്ട്രോൺ പെയേഴ്സൊക്കെ അറിയാമെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ നമുക്ക് മുന്നേ പറയാനായിട്ട് സാധിക്കും. ഫസ്റ്റ് വൺ AB2 ടൈപ്പാണ്. BeCl2 ആണ് എക്സാമ്പിൾ എടുത്തിരിക്കുന്നത്. AB2 ടൈപ്പ് BeCl2. BeCl2ൽ ലോൺ പെയർ ഒന്നുമില്ല. ബെർലിയത്തിന് വാലൻസ് ഷെല്ലിലുള്ള 2 ഇലക്ട്രോൺസ് Clുമായിട്ട് കണക്റ്റഡ് ആണ്. ബോണ്ട് പെയർ മാത്രമേ ഉള്ളൂ. അപ്പം BeCl ഇവിടെ ഒരു ബോണ്ട് പെയർ, BeCl ഇവിടെ ഒരു ബോണ്ട് പെയർ. ഇവർ തമ്മിലുള്ള ബോണ്ട് ആംഗിൾ 180 ഡിഗ്രിയാണ്. ലീനിയർ ഷേപ്പാണ്. കാരണം VSEPR തിയറി അനുസരിച്ച് ഇവർ ഫാർ അപ്പാർട്ടായിട്ട് നിൽക്കാൻ ബോണ്ട് പെയറുകൾ ബോണ്ട് പെയർ റിപ്പൽഷൻ വളരെ കുറവാണെങ്കിലും അത് വളരെ റിപ്പൽഷൻ മിനിമൈസ് ചെയ്യാൻ വേണ്ടി ദൂരെ നിൽക്കാൻ നോക്കും. അതുകൊണ്ട് ഇവർ ലീനിയർ ഷേപ്പാണ് ഇവർ എടുക്കുന്നത്. അടുത്തത് BF3 ആണെങ്കിൽ ലോൺ പെയർ ഇല്ല. ബോറോണിന് 3 വാലൻസ് ഇലക്ട്രോൺസേ ഉള്ളൂ. അവർ ഫ്ലൂറിനുമായിട്ട് ബോണ്ട് ഫോർമേഷൻ നടക്കും. അപ്പോൾ അങ്ങനെ ബോണ്ട് ഫോർമേഷൻ നടന്നു കഴിയുമ്പോൾ അവരുടെ ആംഗിൾ 120 ഡിഗ്രിയാണ് വരുന്നത്. ലോൺ പെയർ ഇല്ലാത്ത ബോണ്ട് പെയർ മാത്രമുള്ള ഒരു കോമ്പൗണ്ട് ഏതാണെങ്കിലും അതിൻ്റെ സ്ട്രക്ചർ ട്രൈഗണൽ പ്ലാനാർ ആയിരിക്കും. എക്സാമ്പിൾസ് ആയിട്ട് BeCl3, AlCl3 അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അത് നന്നായി പഠിക്കണം. മീൻസ് AlCl3യുടെ ഷേപ്പ് ഇതാണ് എന്നുള്ളത് നമ്മൾ മുന്നേ അറിഞ്ഞിരിക്കണം. ട്രൈഗണൽ പ്ലാനാർ. അല്ലാതെ എക്സാമിൻ്റെ സമയത്ത് നമുക്കിപ്പോൾ ബോണ്ട് ഉണ്ടോ ആംഗിൾ ഉണ്ടോ എന്ന് നോക്കാനൊന്നും പറ്റില്ല. നെക്സ്റ്റ് CH4ൻ്റെ ഷേപ്പ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ബൈ ഹാർട്ട് അറിയണം. ലോൺ പെയർ ഇല്ല, ബോണ്ട് പെയർ മാത്രമേ ഉള്ളൂ. സോ ഇറ്റ് ഈസ് ടെട്രാഹിഡ്രൽ. ആംഗിൾ ഈസ് 109 ഡിഗ്രി 28 മിനിറ്റ്സ്. ഓക്കെ.
നെക്സ്റ്റ് വൺ NH4+. NH4+ എന്ന് പറയുമ്പം അമോണിയ ആയിരുന്നപ്പോൾ ഒരു ലോൺ പെയർ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പിരമിഡൽ ഷേപ്പായിരുന്നു അല്ലേ. അപ്പോൾ ലോൺ പെയർ മാറ്റി അവിടെ H വന്നപ്പോൾ അതെന്ത് ഷേപ്പായി? ടെട്രാഹെഡ്രലായി. കുറച്ചും കൂടി താഴെയുള്ള ആൾക്കാർ, പിരമിഡലിൻ്റെ താഴെയുള്ള ഭാഗത്തുള്ള ആൾക്കാർ മുകളിലേക്ക് പൊന്തി. അപ്പോൾ അതിനർത്ഥം എന്താണ്? അവിടെ റിപ്പൽഷൻ കുറഞ്ഞു. ലോൺ പെയർ റിപ്പൽഷൻ ആയിരുന്നപ്പം ഇവരെല്ലാവരും താഴോട്ട് വന്നിട്ട് ഒരു പിരമിഡൽ ഷേപ്പിലാണ് നിന്നിരുന്നത്, ലോൺ പെയർ മാത്രം മുകളിലായിട്ട്. അപ്പോൾ ലോൺ പെയർ പോയി ഹൈഡ്രജൻ H+ വന്ന് ജോയിൻ ചെയ്തപ്പോൾ ടെട്രാഹെഡ്രൽ ഷേപ്പായിപ്പോയി. 109 ഡിഗ്രി 28 മിനിറ്റ്സ്. PCl5ൻ്റെ സ്ട്രക്ചർ എന്താണ്? ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇത് ട്രൈഗണൽ ബൈപിരമിഡലാണ്. ഇത് +2 മുതൽ പഠിക്കുന്നതാണ്. 2 ടൈപ്പ് ബോൺസ് ആണുള്ളത്. ആക്സിയൽ, ഇത് 2 ആക്സിയൽ ബോൺസും പിന്നെ ഇങ്ങോട്ടുള്ളത് ഇക്വറ്റോറിയൽ ബോൺസും. ഈ 3 ഇക്വറ്റോറിയൽ ബോൺസും. ഇക്വറ്റോറിയൽ ബോൺസ് തമ്മിലുള്ള ബോണ്ട് ആംഗിൾ 120 ഡിഗ്രിയാണ്. അതുപോലെ ഇക്വറ്റോറിയലും ആക്സിയലും തമ്മിലുള്ള ബോണ്ട് ആംഗിൾ 90 ഡിഗ്രിയാണ്. PCl5ൻ്റെ സ്ട്രക്ചർ ചോദിച്ചാൽ നമ്മൾ കാണാതെ പറയാൻ സാധിക്കണം ട്രൈഗണൽ ബൈപിരമിഡൽ ആൻഡ് ദ ബോണ്ട് ആംഗിൾ ഓൾസോ. Other examples are AsF5. All are trigonal bipyramidal in shape. 2 types of bonds are there in PCl5, equatorial and axial. 2 axial bonds and 3 equatorial bonds. Another one SF6. The shape is octahedral. SF6 6 ഫ്ലൂറിനാറ്റം ആണ്, പക്ഷേ ഷേപ്പ് ഒക്ടയാണ്, ഒക്ടാഹീഡ്രൽ. അപ്പോൾ ഇതുപോലെ വരയ്ക്കാനായിട്ട് നമുക്ക് പഠിക്കണം. ആംഗിൾ ബിറ്റ്വീൻ SF bonds is 90 degree. Another example is TeF6. ഒക്ടാഹെഡ്രൽ ആണ്. ഇതിൻ്റെ ഈ സെക്കൻഡ് ഷേപ്പ് ഒന്ന് വെറുതെ വരയ്ക്കാനായിട്ട് ട്രൈ ചെയ്യുക. നെക്സ്റ്റ് വൺ IF7. ദ ഷേപ്പ് ഈസ് പെൻറ്റഗണൽ ബൈപിരമിഡൽ. Pentagonal bipyramidal. 2 axial bonds are there, 5 equatorial bonds are there. Angle between angle makes the 5 bonds in the pentagonal plane. The pentagonal plane makes an angle 72 between each adjacent pair. അപ്പോൾ ഇതിൽ ഈ പെൻറ്റഗണൽ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന ഫ്ലോറിനാറ്റങ്ങളുടെ ഇടയിൽ ബോണ്ട് ആംഗിൾ 72 ആണ്. The remaining 2 axial bonds standing perpendicular to the above, one above and one below, are shown. Next is SO4 2-. SO4 2-. The structure is like this. ഒരു എസ് നടുവിൽ മുകളിൽ ഡബിൾ ബോണ്ടോ താഴെ ഡബിൾ ബോണ്ടോ പിന്നെ സിംഗിൾ ബോണ്ടോ സിംഗിൾ ബോണ്ട് ഓ ഉള്ളതിനൊക്കെ ഓയുടെ അവിടെ മൈനസ് ചാർജ് വരും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലൂയിസ് കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഡോട്ട്സ് ഒക്കെ ഇട്ടിരിക്കുന്നത്, ഇലക്ട്രോൺസൊക്കെ. അത് വെച്ച് എണ്ണിയിട്ട് നമ്മൾക്ക് ഒരു ഓക്സിജൻ്റെ ചുറ്റും വാലൻസ് ഇലക്ട്രോൺസ് ആയ 6 ഇലക്ട്രോണിൽ കൂടുതലുണ്ടെങ്കിൽ, ഒരെണ്ണം കൂടുതലുണ്ടെങ്കിൽ ഒരു മൈനസ് ചാർജ് അവിടെ ഇടേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഈ ഓക്സിജൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ചുറ്റും എത്ര വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ടെന്ന് നോക്കാം. 1 2 3 4. പിന്നെ ഈ ബോണ്ട് ഉണ്ടാക്കാൻ ഇവിടെ വരണം. അപ്പോൾ ടോട്ടൽ വാലൻസ് ഇലക്ട്രോൺസ് 6 എണ്ണമാണ് ഓക്സിജൻ്റെ അവിടെ വരുന്നത്. അപ്പോൾ ഈ ഓക്സിജനിൽ വാലൻസ് ഇലക്ട്രോൺ കറക്റ്റാണ്, അതുകൊണ്ട് ഇവിടെ ചാർജ് ഇല്ല. പക്ഷേ ഈ ഓക്സിജനിലാറ്റം കൺസിഡർ ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? 1 2 3 4 5 6. പിന്നെ ഈ ബോണ്ടിൽ നിന്ന് ഒരു ഇലക്ട്രോണും വരും 7. അപ്പോൾ 6-നേക്കാളും കൂടുതൽ ഒരെണ്ണം കൂടുതലുണ്ട്, അപ്പോൾ ഇവിടെ ഒരു മൈനസ് ചാർജ്. അതുപോലെ തന്നെയാണ് ഇവിടെ ഒരു മൈനസ് ചാർജ് വന്നത്. അതായത് വാലൻസ് ഇലക്ട്രോണേക്കാളും ഒരു ഇലക്ട്രോൺ കൂടുതലാണെങ്കിൽ അതിൻ്റെ ചാർജാണ് മൈനസ് ഇവിടെ കാണിക്കണം. ഒരു ഇലക്ട്രോൺ കുറവാണെങ്കിൽ പ്ലസ് കാണിക്കണം. ഒറ്റ ഇലക്ട്രോണും കുറവില്ല, വാലൻസ് ഇലക്ട്രോൺ കറക്റ്റ് ആണെങ്കിൽ ചാർജൊന്നും ഇല്ല. അപ്പോൾ SO4 2-ൻ്റെ 2- എടുക്കുന്നത് സൾഫറിൻ്റെ മേലെയല്ല, ഓക്സിജൻ ആറ്റത്തിൻ്റെ മുകളിലാണ്. SO4 2-ൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ടെട്രാഹെഡ്രലാണ്. ബോണ്ട് ആംഗിൾ 109 ഡിഗ്രി 28 മിനിറ്റ്സ്. ഓക്കെ. നെക്സ്റ്റ് പോർഷൻ മോളിക്യൂൾസ് കണ്ടെയ്നിങ് ബോണ്ട് പെയേഴ്സ് ആൻഡ് ലോൺ പെയേഴ്സ് ആണ്. അത് അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും കേട്ടോ. താങ്ക് യു.